രാത്രിയെ പ്രതീക്ഷിച്ച് അവർക്ക് പകലും, പ്രഭാതത്തെ ഭയന്ന് രാത്രിയും നഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ നിമിഷവുമായി സമാധാനം സ്ഥാപിക്കുക. ഒരു വലിയ ലക്ഷ്യം വെക്കുക. അത് സാധ്യമാകാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങൾ വളരുന്നതുവരെ നിങ്ങൾക്കത് നേടാൻ കഴിയാത്തത്ര ഒരു വലിയ ലക്ഷ്യം വെക്കുക. നിങ്ങൾ ശരിയായ പാതയിലാണെങ്കിലും നിങ്ങൾ അവിടെ ഇരുന്നാൽ നിങ്ങളെ മറികടന്ന് എല്ലാവരും ഓടിപ്പോകും. തുടർച്ചയായ വ്യക്തിഗത വികസനം കൂടാതെ നമ്മൾക്ക് എന്തെങ്കിലും ആകാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ എന്താണോ അതുമാത്രമാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയണോ? ആരോടും ചോദിക്കരുത്. പ്രവർത്തിക്കുക. പ്രവർത്തനം നിർവചിച്ച് നിങ്ങളെ അറിയുക. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മാത്രം വിജയം വരാൻ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഭാവനയാണ് സൃഷ്ടിയുടെ തുടക്കം. ഭാവന കൂടാതെ സൃഷ്ടിയില്ല. നിങ്ങൾ വീഴുമ്പോഴല്ല, വീണ് കിടക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. പരിഹരിക്കപ്പെടാത്ത ചിന്തകൾ അകാലത്തിൽ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അവ ഉപബോധ മനസ്സിൽ കുന്നുകൂടുന്നു. അതൊടുവിൽ ഉപബോധ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരികയും വിട്ടുപോകാത്ത, വ്യക്തമല്ലാത്ത ഉത്കണ്ഠയായി പ്രകടമാകുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വികസിക്കുന്നത് അറിയുക. അതേസമയം നിങ്ങൾ ജീവിതാനുഭവങ്ങൾക്കും മുകളിലാണെന്ന വസ്തുത തിരിച്ചറിയുക. സന്തോഷം നിങ്ങളുടെ മാനസികാവസ്ഥയും മനോഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു കാര്യം ഇഷ്ടപ്പെടാത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കതിനെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റുക. പരാതിപ്പെടരുത്. നിങ്ങൾക്കിതുവരെ ലഭിക്കാത്തത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ ചെയ്യണം. മനഃശാസ്ത്രം പറയുന്നത് 90% സ്ത്രീകളും തൻ്റെ പുരുഷനിൽ നിന്ന് ഭൂതകാലം മറച്ചുവെക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇപ്പോഴത്തെ നിമിഷവുമായി സമാധാനം സ്ഥാപിക്കുക.